Hello students, in the previous class we have explained about the order Rhynchocephalia and the example Spinodon or Tuatara. Today we are going to discuss about the order Crocodilia, which includes crocodiles, alligators and gavials. Order Crocodilia, you all know they are semi-aquatic reptiles. Those reptiles which can live both in water and also in land. അതിനെ നമ്മൾ സെമി അക്വാട്ടിക് റെപ്റ്റൈൽസ് എന്നാണ് വിളിക്കുക. അത്യാവശ്യം ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള കാർണിവോറസ് ആയിട്ടുള്ള റെപ്റ്റൈൽസ് ആണ് ഇവർ. അറിയാലോ, മുതലകളുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള പ്രിഡേഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ ക്രോക്കോഡീലിയ എന്ന് പറയുന്ന ഓർഡറിൽ വരുന്നത്. ഇവരുടെ ലിംസ് ഭയങ്കര പവർഫുൾ ആണ്. ലിംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിന്റെ കൈകാലുകൾ വളരെ പവർഫുൾ ആണ്. അതുപോലെ തന്നെ ക്ലോഡ് ആണ്, ഇതിന്റെ ടിപ്പിൽ ക്ലോസ് കാണാൻ പറ്റും. അതുപോലെ വെബ്ഡ് ആണ്, വെള്ളത്തിൽ ജീവിക്കാൻ അതിനെ പ്രാപ്തരാക്കുന്ന ഒരു ഫീച്ചറാണ് ഈ വെബ്ഡ് ആയിട്ടുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. ഡിജിറ്റ്സിന്റെ ഇടയിൽ വെബ് ഉണ്ടാവും. ഓക്കെ, ഇനി ബോഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കവേർഡ് ബൈ തിക്ക് ലെതറി ഓസ്റ്റിയോഡെർമൽ ആർമർ ഓഫ് മോഡിഫൈഡ് എപ്പിഡെർമൽ സ്കെയിൽസ് ലൈക്ക് ബോണി പ്ലേറ്റ്സ് ആൻഡ് സ്ക്യൂട്സ്. കിലോണിയ എന്ന് പറയുന്ന ഗ്രൂപ്പില് നിങ്ങൾ വളരെ തിക്കായിട്ടുള്ള പ്ലേറ്റ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു, എപ്പിഡെർമൽ പ്ലേറ്റുകളെ. ഇവിടെ നിങ്ങൾ കാണാൻ കഴിയുന്നത് ബോണി പ്ലേറ്റ്സും സ്ക്യൂട്ടുകൾ എന്നാണ് ഇതിനെ കൂടുതലായിട്ടും പറയുക. സ്ക്യൂട്ട്സ് എന്നാണ് ഇതിനെ പറയുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്യൂട്ട്സ്, എന്തൊക്കെ തരം സ്ക്യൂട്ട്സ് ഇതിന്റെ മീതെ ഉണ്ട് എന്നുള്ള. പല തരത്തിലുള്ള സ്ക്യൂട്ട്സ് ഉണ്ട്. ഡോർസൽ സ്ക്യൂട്ട്സ് ഉണ്ട്, ന്യൂട്രൽ സ്ക്യൂട്ട്സ് ഉണ്ട്, കോഡൽ സ്ക്യൂട്ട്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി തരം നല്ല ഹാർഡ് ആയിട്ടുള്ള സ്ക്യൂട്ട്സ് ഇവിടെ കാണാറുണ്ട്. അത് ശരിക്കും നമ്മൾ അതിനെ തിക് ലെതറി ഓസ്റ്റിയോഡെർമൽ ആർമർ എന്നാണ് ജനറലൈസ് ചെയ്ത് വിളിക്കാറ്. ഇത് എപ്പിഡെർമൽ സ്കെയിൽസ് തന്നെയാണ്. അത് ഒന്നില്ലേ നമുക്ക് ബോണി പ്ലേറ്റ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സ്ക്യൂട്ട്സ് എന്ന് വിളിക്കാം. ഇനി അതിന്റെ ജോ സസ്പെൻഷന്റെ കാര്യം പറയുകയാണെങ്കിൽ, ജോ സസ്പെൻഷൻ എന്ന് പറയുന്ന ഓട്ടോസ്റ്റൈലിക് ജോ സസ്പെൻഷൻ ആണ്. ഓട്ടോസ്റ്റൈലിക് ജോ സസ്പെൻഷൻ എന്താന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ മുൻപ് ഫിഷസ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പലതരം ജോ സസ്പെൻഷനെ കുറിച്ച്. ഓട്ടോസ്റ്റൈലിക് ജോ സസ്പെൻഷന്റെ പ്രത്യേകത, കീഴ്ത്താടിയല്ല അല്ലെങ്കിൽ ലോവർ ജോ ഡയറക്റ്റ് ആയിട്ടാണ് അപ്പർ ജോ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന് മറ്റൊരു അഡീഷണൽ ബോണിന്റെ ഹെൽപ്പ് ആവശ്യമില്ല. ഹയോമാൻറ്റിബുല എന്ന് പറയുന്ന ഒരു ബോണും ആയിട്ടാണ് നേരത്തെ ഈ അപ്പർ ജോയും ലോയർ ജോയും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇതിനു മുമ്പുള്ള ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പലതരം ജോ സസ്പെൻഷനെ കുറിച്ച്. പക്ഷെ ഇവിടെ ഈ ഹയോമാൻറ്റിബുല എന്ന് പറയുന്ന ആ ബോണ് ഇവർക്ക് കൊളമെല്ല എന്ന് പറയുന്ന ഇയർ ഓസിക്കിളായിട്ട്, സ്റ്റേപ്പീസ് എന്ന് പറയുന്ന ഇപ്പോൾ നമുക്ക് കാണുന്ന മാലിയസ് ഇൻകസ് സ്റ്റേപ്പീസ് എന്ന് പറയുന്നതിൽ സ്റ്റേപ്പീസിന്റെ ഫോർറണ്ണർ ആണ് ഈ കൊളമെല്ല എന്ന് പറയുന്നത്. കൊളമെല്ലയായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഹിയറിംഗ് പർപ്പസിന് വേണ്ടി ആ ബോൺ നീങ്ങിപ്പോയി. അതിന് പകരം ലോവർ ജോ അപ്പർ ജോ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിനാണ് ഓട്ടോസ്റ്റൈലിക് ജോ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വൈഡ് ഓറൽ ഗെയ്പ്പാണ്. അത് പിന്നെ നിങ്ങൾക്ക് അറിയാം, ഈ മുതല വായി തുറന്നു കഴിഞ്ഞാൽ എത്ര വലുപ്പം ഉണ്ടാവും അതിന്റെ ഗെയ്പ്പിന് എന്നുള്ളത്. ഗെയ്പ്പ് പറഞ്ഞാൽ എത്ര സൈസിലാണ് അതിന് വായി തുറക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് വെരി വൈഡ് ഇൻ ഷേപ്പ് ആൻഡ് ഒത്തിരി വലിയ പ്രേനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആണിത്. പിന്നെ ഇവരുടെ ജോ പ്രൊലോങ്ഡ് ആണ് അല്ലെ. ജോ എന്ന് പറയുന്നത് നീണ്ടിട്ട് വി ഷേപ്പിലോ യു ഷേപ്പിലൊക്കെ കാണുന്ന നീണ്ടിട്ടുള്ള ജോ ആണ് ഇവർക്കുള്ളത്. ഇവരുടെ ടെയിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മാസീവ്, നല്ല കനമുള്ള, നല്ല നീളമുള്ള, സ്ട്രോങ് ആയിട്ടുള്ള, ലാറ്ററലി കംപ്രസ്ഡ് ആയിട്ടുള്ള ടെയിലാണ് ക്രോക്കോഡൈൽസിനുള്ളത്. അത് ശരിക്കും അതൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പല ഇരയും വാലുകൊണ്ട് അടിച്ച് കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. വാലുകൊണ്ട് അടിച്ചിട്ടാണ് അതിന് കില്ല് ചെയ്യാറ് പലതിനെയും. പിന്നെ അതുപോലെ തന്നെ നോസ്ട്രിൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നോസ്ട്രിൽസ് എപ്പോഴും ആ സ്നൗട്ടിന്റെ ടിപ്പിലോട്ടായിട്ടാണ്, ഇത് സ്നൗട്ടാണ്, ആ സ്നൗട്ടിന്റെ ടിപ്പിലോട്ടായിട്ടാണ് നോസ്ട്രിൽസ് കാണാൻ കഴിയുക. ഏറ്റവും ടിപ്പിലാണ് നോസ്ട്രിൽസ് കാണാൻ കഴിയുക. ഡോർസലി നിയർ ദി ടിപ്പ് ഓഫ് ദി സ്നൗട്ട്, ഡോർസൽ സൈഡിൽ കേട്ടോ, മേൽഭാഗത്താണ്, ടിപ്പിലായിട്ടാണ്, സ്നൗട്ടിന്റെ ടിപ്പിലായിട്ടാണ് നോസ്ട്രിൽ കാണാൻ കഴിയുക. വാൽവുലാർ ആണ്. വാൽവുലാർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനടിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ വാൽവ് അടയും. അപ്പൊ എന്താ പറഞ്ഞാൽ വെള്ളം നോസ്ട്രിലിനകത്തോട്ട് കയറത്തില്ല. ഇനി സ്കള്ളിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ ഡയാപ്സിഡ് ആണ്. ഒരു സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ഹോള് കാണാം. സ്കൾ ഈസ് ഡയാപ്സിഡ്. കോഡ്രേറ്റ് എന്ന് പറയുന്ന ബോണ് ഇമ്മൂവബിൾ ആണ്, മൂവ് ചെയ്യാൻ പറ്റാത്ത കോഡ്രേറ്റ് ആണുള്ളത്. പറൈറ്റൽ റീജിയണില്, സ്കളിലെ പറൈറ്റൽ റീജിയണില് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഹോൾസ് ഹയർ ഓർഗാൻസിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഇവിടെ ഇല്ല. അതിനെ പറൈറ്റൽ ഫൊറാമൻ എന്നാ പറയാ.
ബട്ട് പറൈറ്റൽ ഫൊറാമൻ ഈസ് ആബ്സെന്റ് ഇൻ കേസ് ഓഫ് ക്രൊക്കോഡീലിയ. പറൈറ്റൽ ഫൊറാമൻ ഇല്ല. ഐസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐസ് ഈസ് ഗാർഡഡ് ബൈ അപ്പർ ആൻഡ് ലോവർ ഐലിഡ്സ്. അപ്പർ ഐലിഡും ഉണ്ട്, ലോവർ ഐലിഡും ഉണ്ട്. അതിന് പുറമെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ കൂടെ ഉണ്ട്. അത് വെള്ളത്തിനകത്ത് ജീവിക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ്. വെള്ളത്തിനകത്ത് ഒത്തിരി കാലം ജീവിക്കാനൊന്നും ക്രൊക്കോഡൈൽസിന് പറ്റില്ല, ഇടയിൽ വെള്ളത്തിലോട്ട് ഇറങ്ങി പോകുന്നേ ഉള്ളൂ. പക്ഷെ മോഷൻലെസ് ആയിട്ട് ഒത്തിരി നേരം നിൽക്കാൻ അതിന് കഴിയും. ഈ ഡോർസൽ സൈഡിലുള്ള നോസ്ട്രില് മേലോട്ട് കാണിച്ച് ബാക്കി എല്ലാ ഭാഗവും ഉള്ളിലോട്ട് ആക്കിയിട്ട് ഇനി ഇരിക്കാൻ കഴിയും. അപ്പൊ കണ്ണിനകത്ത് വെള്ളം കയറി പോവാതിരിക്കാൻ വേണ്ടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ അതിനുണ്ട്. എക്സ്റ്റേണൽ ഇയർ ഓപ്പണിംഗ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണാനൊന്നും കഴിയില്ല, ബിക്കോസ് ഇറ്റ് ഈസ് കവേർഡ് ബൈ എ ഫ്ലാപ്പ് ഓഫ് സ്കിൻ. അത് ഒരു ഫ്ലാപ്പ് ഓഫ് സ്കിൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ടങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നാവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നോൺ പ്രൊട്രൂസിബിൾ ആണ്. നാവ് വെളിയിലോട്ടൊന്നും ഇടാൻ കഴിയില്ല, പാമ്പിനെയും പല്ലിനെയും പോലെ. ആൻഡ് ഇറ്റ് ഇസ് ഫിക്സഡ് ടു ദി ബക്കൽ ഫ്ലോർ. ബക്കൽ ഫ്ലോറായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രൊക്കോഡൈൽസിന്റെ കേസ് പറയുകയാണെങ്കിൽ അതിന് നാവിന്റെ അടിവശത്തായിട്ട് കുറേ പോറുകളുണ്ട്, ചെറിയ സുഷിരങ്ങളുണ്ട്. അത് സാൾട്ട് ഗ്ലാൻസ് ആണ്. കാരണം ക്രൊക്കോഡൈല് എസ്ട്രെയിൻ ആയിട്ടുള്ള ക്രൊക്കോഡൈൽസിനെ കാണാറുണ്ട്. എസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഉപ്പ് ജലവുമായി ബന്ധമുള്ള, മീൻസ് സലിനിറ്റി ഉള്ള വെള്ളമുള്ള. അപ്പൊ അങ്ങനെയുള്ള സാൾട്ടിനെ കൂടുതൽ വെള്ളത്തിലുള്ള സാൾട്ട് വായിക്കകത്ത് പോയി കഴിഞ്ഞാൽ അതിനെ പുറത്തോട്ട് എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഗ്ലാൻസ് ആണ് സോൾട്ട് ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ നോക്കി. ദി ഓർഡർ ക്രൊക്കോഡീലിയ comprises large sized carnivorous and semi aquatic reptiles. Limbs are short but powerful, clawed and webbed digits. Body covered by a thick leathery osteodermal armor of modified epidermis scales like bony plates and scutes. It is having prolonged jaws with orthostylic jaw suspension, and it is having a wide oral cape. Tail is massive, long, strong, and laterally compressed. Nostrils are valvular and situated dorsally near the tip of the snout. Skull are diapsids skull, and caudate is immovable. There is no parietal foramen. So eyes are guarded by upper and lower eyelids, and there is a transparent nictitating membrane that is an adaptation for the organism to live in water. External ear cannot be visible because it is covered by a flap of skin. There is tongue, but it is not protrusible, and it is fixed to the buccal floor or the oral floor. And it is having salt glands in case of crocodiles, which can live in salt water. And we are continuing the characters. The vertebra are procoelous. Procoelous എന്നുള്ള വെർട്ടിബ്ര എന്താന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പ്രോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് എങ്ങനെ ഇതാ ഈ ഒരു ഷേപ്പിലാണ് പ്രോസൈലസ് വെർട്ടിബ്ര ഉണ്ടാവുക. യു ക്യാൻ സീ ദാറ്റ്. ആൻഡ് സെർവൈക്കൽ റിബ്സ് ആർ ബൈകാപ്പിറ്റേറ്റ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ റിബ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 ഹെഡ് ഉള്ള റിബ്സ് എന്ന് പറഞ്ഞു. അതിന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെർവൈക്കൽ റിബ്സ് എന്ന് പറയുന്ന സെർവൈക്കൽ പോർഷൻ അറിയാലോ. സെർവൈക്കൽ പോർഷൻ എന്ന് പറയുന്ന നെക്കിന്റെ ഭാഗമാണ്. ആ ഭാഗത്തുള്ള റിബ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന വാരിയെല്ലുകൾ നോക്കുകയാണെങ്കിൽ, അതായത് ഇത്രയും ഭാഗങ്ങളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും അതിന് 2 ഹെഡാണുള്ളത്. 2 ഹെഡ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ, ഈ റിബ്സ് സാധാരണ വാരിയെല്ലുകൾ സാധാരണ ഈ കശേരുമായിട്ട് അല്ലെങ്കിൽ എന്തായാലും പറയുക വെർട്ടിബ്ര ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. വെർട്ടിബ്ര ആയിട്ട് കണക്ട് ചെയ്യുന്ന 2 പോയിന്റ് ആണ് ഡയപ്പോഫൈസിസും പാരാപ്പോഫൈസിസ് ആൻഡ് ഡയപ്പോഫൈസിസ്. ഈ 2 ഭാഗങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നത് 2 ഹെഡ് വെച്ചിട്ടാണ്. ഡയപ്പോഫൈസിസുമായിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബർക്കുലവും പാരാപ്പോഫൈസിസുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്യാപിറ്റുലവും. ഓക്കെ, അപ്പൊ ഡബിൾ ഹെഡഡ് എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ ബൈകാപ്പിറ്റേറ്റ് എന്നാണ് വിളിക്കാറ്. അതിന് പുറമെ ഇതിന്റെ റിബ്സില് അൺസിനേറ്റ് പ്രോസസ്സ് കൂടി ഉണ്ട്. അത് പ്രത്യേകിച്ച് സെർവിക്കൽ ഭാഗത്തല്ല, തൊറാസിക് ഭാഗത്തെത്തുമ്പോൾ അതിനൊരു അൺസിനേറ്റ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്, ഒരു പ്രോസസ്സ് കൂടിയുണ്ട്, ഒരു എക്സ്റ്റൻഷൻ കൂടി കാണുന്നുണ്ട് റിബ്സിൽ. ഓക്കെ, തൊറാസിക് റിബ്സിന്റെ ഭാഗത്തോട്ട്. സെർവിക്കൽ റിബ്സിന്റെ ഭാഗത്ത് തൊട്ട് ഈ ഡബിൾ ഹെഡ് കാണാൻ കഴിയും. അതിന് പുറമെ അബ്ഡോമിനൽ റിബ്സ് കാണാറുണ്ട്. അബ്ഡോമിനൽ റിബ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സൈഡ് നിങ്ങൾ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. താഴെ അബ്ഡോമിൻ റീജിയനിൽ വെൻട്രൽ സൈഡിലും റിബ്സ് ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് കണക്റ്റഡ് ടു ദി വെർട്ടിബ്ര. വെർട്ടിബ്ര ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല, പക്ഷെ വയറ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് വയറിന്റെ ഭാഗത്തും
റിബ്സ് ഉണ്ട്. അതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്തരം റിബ്സിനെ ഗ്യാസ്ട്രേലിയ എന്നാണ് വിളിക്കുക. നിങ്ങൾ റിങ്കോസിഫാലിയിൽ കണ്ടിട്ടുണ്ട്. ആ ഫീച്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഗ്യാസ്ട്രേലിയ എന്ന് പറയുന്ന അബ്ഡോമിനൽ റിബ്സ് കാണുന്നുണ്ട്. അത് ക്രൊക്കോഡൈൽസിന്റെ ഫീച്ചറാണ്. അത് രണ്ടും ഷെയർ ചെയ്യുന്ന ഫീച്ചറാണെന്ന് പറഞ്ഞിരുന്നു. ഇനി ടീത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി ടീത്ത് ഉണ്ട്, ഒരുപാട് ടീത്ത് ഉണ്ട്. പെഗ് ലൈക്ക് ടീത്ത് ആണ്. തീക്കോഡോണ്ട് ആണ്. തീക്കോഡോണ്ട് എന്ന് പറഞ്ഞാൽ പല്ല് സോക്കറ്റിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. തീക്കോഡോണ്ട് ഡെന്റീഷൻ എന്നാണ് അതിനെ പറയാം. ഇനി ഹാർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാർട്ട് ക്രൊക്കോഡൈലിയുടെ കേസിൽ ഇച്ചിരി സ്പെഷ്യൽ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. റെപ്റ്റൈലിയൻ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് ഹാവിങ് എ കംപ്ലീറ്റ്ലി 4 ചേമ്പേർഡ് ഹാർട്ട്. സാധാരണഗതിയിൽ ഇൻകംപ്ലീറ്റ്ലി 4 ചേമ്പേർഡ്സ് ഹാർട്ടാണ് നമ്മളുടെ റെപ്റ്റൈലിൽ കാണുക. കാരണം എന്താ പറയുക, 3 ചേമ്പേർഡേ ഉള്ളൂ. പക്ഷെ ഇവിടെ 4 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ട് കാണുന്നുണ്ട്. ക്ലോയേക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലിറ്റ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ഷേപ്പിലാണ് ക്ലോയേക്കൽ അപ്പർച്ചർ എക്സ്റ്റേണലി ഓപ്പൺ ചെയ്യുന്നത്. മെയിലിന് ഒരു സിംഗിൾ ലാർജ് ഇറക്റ്റൈൽ ഗ്രൂവ്ഡ് പെനിസ് ഉണ്ട് കേട്ടോ. ഒറ്റ പെനിസ് ആണ്, അത് ഗ്രൂവ്ഡ് ആണ്, ഇറക്റ്റൈലും ആണ്. പിന്നെ സുപ്രാലേബിയൽ ആൻഡ് ഇൻഫ്രാലേബിയൽ ഗ്ലാൻഡ്സ് വിച്ച് പ്രൊഡ്യൂസ് എ ടിയർ ലൈക്ക് സെക്രീഷൻ. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ പറയാം. 2 ഗ്ലാൻഡുകളുണ്ട്, സുപ്രാലേബിയൽ ആൻഡ് ഇൻഫ്രാലേബിയൽ എന്ന് പറഞ്ഞിട്ട് ഗ്ലാൻഡുകളുണ്ട് ജോന്റെ ഒക്കെ മീതിയായിട്ട്. അപ്പൊ അതിന് ടിയർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. എന്താന്നുള്ളത് അടുത്ത സ്ലൈഡുകളിൽ നോക്കാം. There is a bony secondary palate which divides oral cavity from nasal cavity അല്ലെങ്കിൽ nasal canal. ഓറൽ ക്യാവിറ്റിയും നേസൽ ക്യാവിറ്റിയും വേർതിരിക്കുന്ന ഒരു സെക്കൻഡറി ബോണി പെലേറ്റ് കാണുന്നുണ്ട്. ഇതും നമ്മൾ സെനഡോണിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തൊരു ഫീച്ചറാണ്. പിന്നെ ദർ ഇസ് എ മസ്കുലർ സെപ്റ്റം അനലോഗസ് ടു ഡയഫ്രം ഇൻ മാമൽസ്. നമുക്കൊരു ഡയഫ്രം ഉണ്ട്. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയും ചെസ്റ്റ് ക്യാവിറ്റിനെയും വേർതിരിക്കുന്ന ഒരു ഡയഫ്രം ഉണ്ട്. അതുപോലെ തന്നെ സാധാരണ ഇതിൽ റെപ്റ്റൈൽസിന് അങ്ങനെ ഒരു പ്രത്യേക സ്ട്രക്ചർ ഒന്നും ഇല്ല. പക്ഷെ ക്രൊക്കോഡീലിൽ മാത്രം ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു സെപ്റ്റം ഉണ്ട്. ശരിക്കും അത് ഡയഫ്രത്തിന്റെ ഏകദേശം ഡയഫ്രത്തിന്റെ ഫംഗ്ഷൻ തന്നെ ചെയ്യുന്ന ഒരു മസ്കുലർ ആയിട്ടുള്ള സെപ്റ്റം. മസ്കുലർ ആയിട്ടുള്ള സെപ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിവൈഡ്സ് ദി ചെസ്റ്റ് ക്യാവിറ്റി ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. ആൻഡ് ദർ ഇസ് എ പ്രോ അറ്റ്ലസ്. പ്രോ അറ്റ്ലസിന്റെ കേസും നമ്മൾ സ്പെനഡോണിൽ പറഞ്ഞാണ്. അറ്റ്ലസ് എന്ന് പറയുന്ന വെർട്ടിബ്രയാണ് സ്കള്ളുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു വെർട്ടിബ്ര കൂടിയുണ്ട്, സ്പെഷ്യൽ വെർട്ടിബ്ര. അതിനെ പ്രോ അറ്റ്ലസ് എന്നാണ് വിളിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അൺസിനേറ്റ് പ്രോസസ് ഓൺ തൊറാസിക് റിബ്സ്. തൊറാസിക് റിബ്സിൽ അൺസിനേറ്റ് പ്രോസസ്സ് കാണുന്നുണ്ട്. ആൻഡ് ഷെവ്രോൺ ബോൺസ്. ഷെവ്രോൺ ബോൺസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ സ്കെൽട്ടൺ നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ 2 സ്കെൽട്ടണിൽ അറിയാൻ പറ്റും. കോഡൽ വെർട്ടിബ്രയെ നോക്കിയാൽ കോഡൽ വെർട്ടിബ്രയുടെ താഴോട്ട് ഒരു ബോൺ വരുന്നുണ്ട്, വി ഷേപ്ഡ് ബോൺ. വാലിന് കുറച്ചും കൂടി സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു എക്സ്റ്റൻഷനാണ്, വെർട്ടിബ്രൽ എക്സ്റ്റൻഷനാണ് ഷെവ്രോൺ ബോൺസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡൈനോസേഴ്സിലൊക്കെ ഉണ്ടായിരുന്ന സാധനമാണ്. മാമൽസിലെ കങ്കാരൂസിലും അതുപോലെ മനാറ്റീസിലൊക്കെ കാണുന്നുണ്ട് ഈ ഒരു ഷെവ്രോൺ ബോൺസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ഫീച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സീൻ ഇൻ സ്പെനഡോൺ ഓർ റിങ്കോസിഫാലിയ. ആൻഡ് ലങ്സ് ഈസ് എൻക്ലോസ്ഡ് ബൈ പ്ലൂറൽ മെംബ്രെയിൻ. ലങ്സ് ഇപ്പൊ പ്ലൂറൽ മെംബ്രെയിൻ കൊണ്ട് എൻക്ലോസ് ചെയ്ത് തുടങ്ങി. അത് മാമലിലും അങ്ങനെയാണ്, പ്ലൂറൽ മെംബ്രെയിൻ ഉണ്ട്. ബട്ട് ദി ഓർഡർ ക്രൊക്കോഡിലെ ലാക്സ് യൂറിനറി ബ്ലാഡർ. ഇറ്റ് ഡസന്റ് ഹാവ് എനി യൂറിനറി ബ്ലാഡർ. ഇതിനൊരു യൂറിനറി ബ്ലാഡർ ഇല്ല. കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ്, ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പറയാം, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. കണ്ണ് വെർട്ടിക്കൽ ആയിട്ടുള്ള പ്യൂപ്പിളാണ് ഇതിന് കാണുന്നത്. ഐസിൽ ഉള്ള കുറച്ച് ഗ്ലാൻഡുകൾ പറയാം. ഐസിന്റെ അടുത്തുള്ള ഗ്ലാൻഡുകൾ ഹാർഡേറിയൻ ഗ്ലാൻഡ്, ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന 2 ഗ്ലാൻഡുകൾ കണ്ണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുപ്രാലേബിയൽ ഗ്ലാൻഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സുപ്രാലേബിയൽ ഗ്ലാൻഡും അതുപോലെ തന്നെ ഈ പറയുന്ന ഹാർഡേറിയൻ ഗ്ലാൻഡ്സും ലാക്രിമൽ ഗ്ലാൻഡ്സിനും എല്ലാം ടിയർ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സാൾട്ട് ഗ്ലാൻഡ്സ് ആണ്. അവർ ഓസ്മോ റെഗുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷൻ കണ്ണിലൂടെ പുറത്തോട്ട് വരാറുണ്ട്. ആ കണ്ണുനീരാണ് നമ്മൾ മുതലക്കണ്ണീർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൊക്കോഡൈൽ ടിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഇൻസിൻസിയർ സോറോ അല്ലെ. ഇൻസിൻസിയർ സോറോന്റെ ഇൻഡിക്കേഷൻ ആണ് ക്രൊക്കോഡൈൽ ടിയർ അല്ലെങ്കിൽ മുതലക്കണ്ണീർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് കരയല്ല, കാണുമ്പോൾ കരയുന്ന പോലെ തോന്നുമെങ്കിലും ഇതിന്റെ എക്സസ് ആയിട്ടുള്ള സോൾട്ട് ഓസ്മോ റെഗുലേഷൻ മെക്കാനിസം ആണ്. ഇത്തരം ഗ്ലാൻഡുകൾ, സുപ്രാലേബിയൽ ഗ്ലാൻഡ്, ഹാർഡേറിയൻ ഗ്ലാൻഡ്, ലാക്രിമൽ ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്ന ഗ്ലാൻഡ്സ്, കണ്ണിന് ചുറ്റുമുള്ള ഗ്ലാൻഡ്സിന് സോൾട്ടിനെ പുറത്തോട്ട് തള്ളാനുള്ള ഒരു മെക്കാനിസം ആണ്, വെള്ളത്തിലൂടെ പുറത്തോട്ട് തള്ളാനുള്ള ഒരു മെക്കാനിസം ആണ് ഈ കാണുന്ന ക്രൊക്കോഡൈൽ ടിയർ എന്ന് പറയുന്നത്.
ഓക്കെ. പിന്നെ പെക്ടൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അത് കണ്ണിനകത്തുള്ളതാണ്. നമ്മൾ റെപ്റ്റൈലിന്റെ ടൈപ്പ് പഠിക്കുമ്പോൾ പെക്ടണിന്റെ സ്ട്രക്ചറെ കുറിച്ച് പഠിക്കാം. ഫീമെയിൽസിൽ 2 പെയർ സെന്റ് ഗ്ലാൻഡുകൾ ഉണ്ട്, അതുപോലെ മസ്ക് ഗ്ലാൻഡും ഉണ്ട്. അത് മോഡിഫൈഡ് ക്യൂട്ടേനിയസ് ഗ്ലാൻഡ് ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും റെപ്റ്റൈലിയൻ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലാൻഡുകൾ വളരെ കുറവാണ് റെപ്റ്റൈൽസിന്. പക്ഷെ അത്യാവശ്യം ഗ്ലാൻഡുകൾ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചെങ്കിലും കാണുന്നത് ഈ ക്രൊക്കോഡീലിയ ഗ്രൂപ്പിലാണ്. അപ്പൊ അത് ഫീമെയിലില് സെൻ ഗ്ലാൻസും മസ്ക് ഗ്ലാൻഡും ഉണ്ട്. അത് സെക്ഷൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ക്യൂട്ടേനിയസ് ഗ്ലാൻഡിന്റെ മോഡിഫൈഡ് ഫോം ആണ് ഇത്തരം സെൻ ഗ്ലാൻസും മസ്ക് ഗ്ലാൻസും. ഫീമെയിൽ ആൻഡ് മെയിൽ ക്രൊക്കോഡൈൽസ് ആൻഡ് ഗർവിയൽസ് sometimes guard their nest, and after hatching mother carry young ones in her mouth and carries them into water. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ടി വിയിൽ ഡിസ്കവറി ചാനലിലോ വൈൽഡ് ലൈഫ് ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവർ അത്യാവശ്യം പാരന്റൽ കെയർ കാണിക്കുന്ന ആൾക്കാരാണ് മുതലയുടെ ഫീമെയിൽസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ക്രൊക്കോഡൈൽസിലും അതുപോലെ ഇന്ത്യയിൽ കാണുന്ന മീൻ മുതലകളായിട്ടുള്ള ഗവിയൽസ് അല്ലെങ്കിൽ ഗറിയൽസിലും അത്യാവശ്യം പാരന്റൽ കെയർ കാണിക്കുന്നുണ്ട്. ഗവിയൽസ് വായിൽ ഇതിനെ കൊണ്ട് നടക്കാറില്ല. പക്ഷെ ക്രൊക്കോഡൈൽസ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഹാച്ച്ലിങ്ങുകളെ, കുഞ്ഞുങ്ങളെ വായിലെടുത്തിട്ട് അത് മണ്ണ് മാന്തി ആ മണ്ണിനകത്താണ് മുട്ടയിടുന്നത്. പിന്നെ അവിടുന്ന് കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ വായിലാക്കിയിട്ട് മുതലയുടെ അമ്മ അതിനെ വായിലാക്കി വെള്ളത്തിൽ കൊണ്ടുവിടാറുണ്ട് ആദ്യത്തെ കുറച്ചു കാലം. അപ്പോൾ അതൊരു തരം പാരന്റൽ കെയർ കാണിക്കുന്നുണ്ട് ക്രൊക്കോഡൈൽസിലും ഗവിയൽസിലും. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് എക്സാമ്പിൾസ് പറയാം. കുറച്ച് പെട്ടെന്ന് പറയാം, അതർവൈസ് ദി വീഡിയോ വിൽ ബി വെരി ലെങ്തി. സോ ദിസ് ഈസ് എ നൊട്ടോറിയസ് ക്രൊക്കോഡൈൽ. ആഫ്രിക്കയിലെ നൈൽ നദിയിൽ കാണപ്പെട്ട ഒരു ക്രൊക്കോഡൈൽ ആയിരുന്നു. ഇതിന്റെ പേര് ഗുസ്തേവ് എന്നാണ്. നൈൽ ക്രൊക്കോഡൈൽ തന്നെയാണ് ഇതിന്റെ പേര്. കില്ലർ ക്രോക്ക് എന്നാണ് ഇതിനെ വിളിക്കാറ്. റുസിസി റിവർ ബുറുണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കൂടുതലായിട്ട് ഇതിനെ കണ്ടിട്ടുള്ളത്, സ്പോട്ട് ചെയ്തിട്ടുള്ളത് ആഫ്രിക്കയിലെ. ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഈ ഒരു ക്രൊക്കോഡൈല് വളരെ നോട്ടോറിയസ് ആവാൻ കാരണം ഏകദേശം 300ഓളം ആൾക്കാരെ കൊന്നിട്ടുണ്ട് ഇത്. അപ്പൊ അത്രത്തോളം ആക്രമണകാരിയായിട്ടുള്ള ഒരു ക്രൊക്കോഡൈലാണിത്. ഇതിനെ ബേസ് ചെയ്ത് 1-2 ഹോളിവുഡ് മൂവീസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുതലയാണ്. ഇതിനെ കണ്ടാൽ തന്നെ ആ ഭാഗത്തുള്ളവർക്ക് അറിയാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മുതലയാണ്, വളരെ ഏജ്ഡ് ആയിട്ടുള്ള മുതലയാണ്. ഒരു 70 വയസ്സോളം ഏജ് വരും എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും ഇതിനെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ നടത്തുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി തവണ അതിനെ ബെയ്റ്റ് ചെയ്ത് പിടിക്കാൻ നോക്കിയിട്ടും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ മീതെ ഈവൻ അതിന്റെ ഷോൾഡറിലായിട്ട്, റൈറ്റ് ഷോൾഡറിലായിട്ട് 2 ബുള്ളറ്റ് മാർക്ക് അടക്കം ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ. എന്തായാലും 2019 ആഫ്രിക്കയിൽ ഒരു ടൂറിസ്റ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് ഇത് ചത്തു എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് അതൊരു ട്രൂ ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് അവിടെ ഹെർപ്പറ്റോളജിസ്റ്റുകൾ പരിഗണിക്കുന്നില്ല. പക്ഷെ ടൂറിസ്റ്റ് മാഗസിൻ പറയുന്നത് ഇറ്റ് വാസ് നോ ലോങ്ങർ ലിവിങ്, ഇറ്റ് ഈസ് ഡെഡ് എന്നാണ് പറയുന്നത്. എന്തായാലും വളരെ ആക്രമണകാരിയായിട്ടുള്ള ഒരു മുതലയാണ് നൈൽ ക്രൊക്കോഡൈൽ അഥവാ ഗുസ്തേവ്. ആൻഡ് ഇപ്പൊ നൊട്ടോറിയസ് പറഞ്ഞ പോലെ തന്നെ സുപ്രസിദ്ധമായ മറ്റൊരു ക്രൊക്കോഡൈൽ, പക്ഷെ ഇവിടെ കേസ് തിരിച്ചാണ്. മനുഷ്യനുമായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇടപഴകുന്ന, കൂട്ടുകൂടുന്ന ഒരു മുതലയുണ്ട്. ആ മുതലയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ ചിലവരെങ്കിലും കേട്ടിട്ടുണ്ടാവും, പോച്ചോ ആൻഡ് ചീറ്റോ. പോച്ചോ ആൻഡ് ചീറ്റോ എന്ന് പറയുന്നത് കോസ്റ്റോറിക്കയിലെ ഒരു നടന്ന കഥയാണ്. പോച്ചോ എന്ന് പറയുന്നത് ഈ മുതലയുടെ പേരാണ്. ചീറ്റോ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഇദ്ദേഹം ഈ മുതലയെ ചെറിയ ഏജില് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു, വൂണ്ടഡ് ആയിട്ടുള്ള മുതലയെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എപ്പോ ഇദ്ദേഹം അതിനെ വീട്ടിലോട്ട് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു, എന്നിട്ട് വീണ്ടും കൊണ്ട് റിലീസ് ചെയ്തു, പുഴയിൽ റിലീസ് ചെയ്തു. പക്ഷെ എപ്പോ അദ്ദേഹം വിളിച്ചാൽ, ഈ പേര് പറഞ്ഞ് വിളിച്ചാലും അത് വരികയും ഇദ്ദേഹത്തിനൊപ്പം കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 40 വയസ്സ് വരെയും ഇദ്ദേഹത്തിനൊപ്പം തന്നെ വളരെ അത് കൂട്ടുകൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 2001 ഇത് മരിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നതല്ല, മരിച്ചു. അതിനെ സ്റ്റഫ് ചെയ്ത് കോസ്റ്റോറിക്കയിൽ വെച്ചിട്ടുണ്ട്. സോ ഇതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. സാധാരണഗതിയിൽ ഈ ക്രൊക്കോഡൈൽ മനുഷ്യനുമായിട്ട് അത്രത്തോളം ഇടപഴകുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സോ അത്തരം ഒരു കാര്യം കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്ലൈഡിൽ ഈ ഒരു കാര്യം ആഡ് ചെയ്ത്. ആൻഡ് നിങ്ങൾക്കറിയാം, പല പക്ഷികളും ക്രൊക്കോഡൈലിന്റെ വായിൽ വന്ന് ഇരുന്ന് പെക്ക് ചെയ്യാറുണ്ട്.
അപ്പൊ അതിൽ ചില പക്ഷികൾ മ്യൂച്വലിസ്റ്റിക് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇതിന്റെ പല്ലിനിടയിലുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇതിനെ കഴിക്കാറില്ല. അത് ഇച്ചിരി റയർ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. പിന്നെ കാസർഗോഡിലെ ബബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദി ഓൺലി വെജിറ്റേറിയൻ ക്രൊക്കോഡൈൽ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. കാസർഗോഡിൽ ഒരു ക്ഷേത്രമുണ്ട്, അനന്തപുരം എന്ന് പറയുന്നത്. അവിടെ ബബിയ എന്ന് പറയുന്ന ഒരു ക്രൊക്കോഡൈൽ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അത് അമ്പലത്തിലെ പ്രസാദം കഴിച്ചിട്ടാണ് അത്ര ജീവിക്കുന്നത്. മനുഷ്യനെ ഒന്നും ഹാം ചെയ്യാത്തൊരു ക്രൊക്കോഡൈലാണ് ബബിയ. പിന്നെ ക്രൊക്കോഡൈലിന്റെ കൺസർവേഷൻ ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. 1972 വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം, ആക്ടിന്റെ ഒരു സ്റ്റഡി പ്രകാരം ഇന്ത്യയിലുള്ള മുതലകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരുന്നതായി കണ്ടു. അതിനുശേഷം 1975 ആകുമ്പോഴേക്കും ക്രൊക്കോഡൈൽ കൺസർവേഷൻ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ട് UNDP ആയിട്ട്, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനും FAOയും ചേർന്നിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്തു. അങ്ങനെ 1975 ക്രൊക്കോഡൈൽ കൺസർവേഷൻ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 11 ക്രൊക്കോഡൈൽ സാങ്ച്വറികളും അതിന്റെ ബ്രീഡിംഗ് സെന്റേഴ്സും റിയറിംഗ് സെന്റേഴ്സും എല്ലാം തുടങ്ങി ഇന്ത്യയിൽ മൊത്തം. അങ്ങനെ ഒറീസയൊക്കെ നല്ല ലീഡിംഗ് ആയിട്ട് ഈ കൺസേർവ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനൊപ്പം തന്നെ 1975 കാലഘട്ടത്തില് ഇന്ത്യയിലെ സ്നേക്ക് മാൻ അല്ലെങ്കിൽ റെപ്റ്റൈൽ മാൻ എന്നറിയപ്പെടുന്ന റോമുലസ് വിറ്റേക്കർ, അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഈ റെപ്റ്റൈൽസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീട് ഗുംബയിലാണ്, കർണാടകയില്. അദ്ദേഹം ഒരു മദ്രാസ് ക്രൊക്കോഡൈൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങി, ഒരു NGO തുടങ്ങി. അത് ക്രോക്ക് ബാങ്ക് എന്ന പേരിൽ ഇപ്പൊ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ ലോഗോ ആണ്. ഈ ഒരു സ്ഥാപനവും ഈ ക്രൊക്കോഡൈൽസിനെ കൺസേർവ് ചെയ്യാൻ ഒത്തിരി മുന്നോട്ട് വന്നിട്ടുണ്ട്, ഒത്തിരി ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടത്തെ ഒരു റിസർച്ച് സ്കോളർ ആയിരുന്നു ഞാൻ കഴിഞ്ഞ കിലോണിയ എന്ന് പറയുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വിജയ. ഓക്കെ, സോ ദിസ് ഈസ് റോം അല്ലെങ്കിൽ റോമുലസ് വിറ്റേക്കർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ദി ഫാദർ ഓഫ് ഇന്ത്യൻ ഹെർപ്പറ്റോളജി. ആൻഡ് ദിസ് മാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്, സ്റ്റീവ് ഇർവിൻ, ക്രൊക്കോഡൈൽ ഹണ്ടർ എന്നുള്ള പേരിൽ അറിയപ്പെട്ട. ആക്ച്വലി ഹീസ് നോട്ട് എ ഹണ്ടർ. ഈ ക്രൊക്കോഡൈലിനെ എല്ലാം മാനേജ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഷോസ് എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റിംഗ് റൈ അല്ലെങ്കിൽ തിരണ്ടിയുടെ കുത്തേറ്റ് അദ്ദേഹം മരിച്ചിരുന്നു. ആൻഡ് ഇദ്ദേഹത്തിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ഒരു ക്രൊക്കോഡൈൽ സാങ്ച്വറി തുടങ്ങിയിരുന്നു, നെയ്യാർ സാങ്ച്വറി. പക്ഷെ നെയ്യാർ സാങ്ച്വറി ഈ സ്റ്റീവ് ഇർവിന്റെ പേരിൽ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ഫാമിലി അറിഞ്ഞിരുന്നില്ല. അവരെ അറിയിക്കാതെയാണ് തുടങ്ങിയത്. പിന്നീട് കേസായി. അങ്ങനെ അത് പിൻവലിച്ചിട്ട് ഇപ്പൊ അഗസ്ത്യ ക്രൊക്കോഡൈൽ സാങ്ച്വറി എന്ന പേരിലാണ് നെയ്യാർ സാങ്ച്വറി അറിയപ്പെടുന്നത്. ആൻഡ് ദിസ് ഈസ് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ക്രൊക്കോഡൈൽ എവർ മെഷേർഡ്. ക്യാപ്റ്റിവിറ്റിയിലുള്ള ക്രൊക്കോഡൈൽ ഏറ്റവും വലുത്. ആൻഡ് can you guess the length? It is almost 6.17 meter. 1075 കിലോ, ഒരു ടണ്ണിലധികം ഭാരമുള്ള 6.17 മീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രൊക്കോഡൈൽ ക്യാപ്റ്റിവിറ്റിയിലുള്ള കേട്ടോ. അതിന്റെ പേര് ലൊലോങ് എന്നാണ്. ഇത് ഫിലിപ്പൈൻസിലാണ് ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് എ എസ്റ്ററൈൻ ക്രൊക്കോഡൈൽ അല്ലെങ്കിൽ സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ. സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ ഇന്ത്യയിലും ഉണ്ട് കേട്ടോ, ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗത്തും. അതുപോലെ നമ്മളുടെ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസിന്റെ ഭാഗത്തും ഒക്കെ ഇത് കാണുന്നുണ്ട്. നേരത്തെ ഇന്ത്യയിലും ആന്ധ്രയിലും കേരളത്തിലും ആന്ധ്രയിലും തമിഴ്നാടിന്റെയും കോസ്റ്റൽ ഏരിയാസിലും ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആ ഭാഗത്തുള്ള സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ ഇപ്പൊ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ മെയിൻ തിങ് യു ഹാവ് ടു ലേൺ. ക്രൊക്കോഡൈൽ, അലിഗേറ്റർ ആൻഡ് ഗറിയസ് 3 പേരുകളാണ് ഓർഡർ ക്രൊക്കോഡൈലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ക്രൊക്കോഡൈലും അലിഗേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൊക്കോഡൈൽ ആൻഡ് അലിഗേറ്റർ? യൂഷ്വലി അതിലൊരു 3 ഡിഫറൻസ് ആണ് പൊതുവെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം കാണാം. ഞാൻ കുറച്ച് കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ക്രൊക്കോഡൈലിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടിനെയും നമുക്ക് മുതലാന്നേ പറയാൻ കഴിയില്ല. ബിക്കോസ് അലിഗേറ്റർ എന്ന് പറയുന്ന ക്രൊക്കോഡൈലിലുള്ള ആ ഗ്രൂപ്പ് നമ്മുടെ ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ പലരും അലിഗേറ്റർ ചീങ്കണ്ണിയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ചീങ്കണ്ണി ഈസ് ഡിഫറെന്റ്, അത് ഞാൻ പറയാം. അപ്പൊ ക്രൊക്കോഡൈലും അലിഗേറ്റർ കേട്ടോ, രണ്ടും മുതലയുടെ വർഗത്തിൽ വരുന്ന 2 ഗ്രൂപ്പുകളാണ്. അത് തമ്മിൽ എങ്ങനെ
തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മളൊരു 8 ക്യാരക്ടർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബോഡി ലെങ്ത് നോക്കുകയാണെങ്കിൽ ക്രൊക്കോഡൈലാണ് ഏറ്റവും ലെങ്ത് വരാറ്. 6 മീറ്റർ വരെ നീളം വെക്കാറുണ്ട്. ഈ ക്രൊക്കോഡൈൽ തന്നെ വരുന്നതാണല്ലോ തൊട്ട് മുമ്പ് കണ്ടിട്ടുള്ള എസ്ട്രോയിൻ ക്രൊക്കോഡൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ലാർജസ്റ്റ് റെപ്റ്റൈൽ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് ഈ ക്രൊക്കോഡൈൽ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ. 6.17 മീറ്റർ വരെ വന്നിട്ടുണ്ടെന്ന് തൊട്ട് മുന്നിലുള്ള സ്ലൈഡിൽ നമ്മൾ കണ്ടു. അലിഗേറ്റർ ഒരു ആവറേജ് സൈസ് എന്ന് പറയുന്നത്, അഡൾട്ട് സൈസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ഇനി അതിന്റെ കളർ എന്ന് പറയുന്നത് ഇറ്റ് മേ വേരി കേട്ടോ. കളറിന്റെ കാര്യം നമുക്ക് ഒരിക്കലും കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ബട്ട് അക്കോർഡിംഗ് ടു ലിറ്ററേച്ചർ ഒലീവ് ഗ്രീൻ ആണ് കൂടുതലും ക്രൊക്കോഡൈൽ കാണുന്നത്. അലിഗേറ്റേഴ്സ് ആണെങ്കിൽ കുറെ കൂടി സ്റ്റീൽ ഗ്രേ കളറിലാണ് കാണുന്നത്. ഗ്രേഷ് ടിഞ്ച് ആണ് അവിടെ കൂടുതൽ. ഇവിടെ ഒരു ഗ്രീനിഷ് ആൻഡ് ബ്രൗണിഷ് ടിഞ്ച് ആണ് കാണാറ്. ഇനി ഷേപ്പ് ഓഫ് ദി സ്നൗട്ട്. സ്നൗട്ടിന്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ മുതലയുടെ കേസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മോഡറേറ്റ്ലി ലോങ് ആൻഡ് ടെർമിനലി പോയിന്റഡ്. വി ഷേപ്പ് ആയിട്ടാണ്, ടെർമിനലി പോയിന്റഡ് പറയുമ്പോൾ വി ഷേപ്ഡ് ആയിട്ടാണ് ക്രൊക്കോഡൈലിന്റെ കേസിൽ സ്നൗട്ട് ഉണ്ടാവുക. ഇനി അലിഗേറ്ററിന്റെ കേസിലാണെങ്കിൽ ഷോർട്ട്, ബ്രോഡ് ആൻഡ് ടെർമിനലി റൗണ്ടഡ്, യു ഷേപ്ഡ് ആണ്. അപ്പൊ ഇതൊന്ന് കാണാം, നമുക്ക് എന്താണ് പറയുന്നതെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. ഡോർസൽ വ്യൂവിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അലിഗേറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ സ്നൗട്ട് നിങ്ങൾ നോക്കിയാൽ യു ഷേപ്ഡ് ആണ്, അല്ലെങ്കിൽ ഇച്ചിരി ബ്രോഡാണ്. പക്ഷെ ക്രൊക്കോഡൈലിന്റെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വി ഷേപ്ഡ് ആണ്. ഉണ്ടോ, അത്ര ബ്രോഡ് അല്ല. അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ കാണാം അലിഗേറ്റർ കുറച്ചും കൂടി ചെറിയ സ്നൗട്ടാണ്, ക്രൊക്കോഡൈൽ കുറച്ചും കൂടി നീളമുള്ള സ്നൗട്ടാണ്. ആൻഡ് നേച്ചർ ഓഫ് ടീത്ത്. നേച്ചർ ഓഫ് ടീത്ത് പറയുമ്പോൾ ക്രൊക്കോഡൈലിന്റെ കേസിൽ ഓൾമോസ്റ്റ് എല്ലാ ടീത്തും സിമിലർ ആണ്. പക്ഷെ അലിഗേറ്ററിന്റെ കേസിൽ അങ്ങനെയല്ല, ഡിസിമിലർ ആയിട്ടുള്ള ടീത്താണ് അലിഗേറ്ററിൽ കാണുന്നത്. പല തരത്തിലുള്ള ടീത്തുകൾ കാണാറുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ജോലൈൻ അഥവാ ഫോർത്ത് മാൻഡിബുലാർ ടൂത്ത് എന്ന് പറയുന്നത്. 4ാമത്തെ മാൻഡിബിള്, ലോവർ ജോലിയുള്ള 4ാമത്തെ പല്ല് പുറത്ത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്കത് ക്രൊക്കോഡൈൽ ആണോ അലിഗേറ്റർ ആണോ എന്ന് പറയാൻ പറ്റും. എങ്ങനെയാന്ന് പറഞ്ഞാൽ ക്രൊക്കോഡൈലിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഫിറ്റ്സ് ഇൻ ടു ദി മാക്സിലറി നോച്ച് ഇൻ അപ്പർ ജോ. ഒരു നോച്ചിലേക്കാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഡിപ്രഷനിലേക്ക്, അതുകൊണ്ട് തന്നെ പുറത്ത് അത് കാണാൻ കഴിയും. പക്ഷെ അലിഗേറ്ററിന്റെ കേസിലാണെങ്കിൽ അതൊരു സോക്കറ്റിനകത്തോട്ടാണ് ഫിക്സ് ചെയ്യുന്നത്, അപ്പർ ജോലിയുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്ത് കാണാൻ കഴിയില്ല. നമുക്കൊന്ന് കണ്ടു നോക്കാം. റിയൽ ഇമേജ് തന്നെ കാണാം. ഇവിടെ നിങ്ങൾ നോക്കി 1, 2, 3, 4. 4ാമത്തെ പല്ല് പുറത്തോട്ട് കാണുന്നതാണെങ്കിൽ അത് ക്രൊക്കോഡൈൽ. 4ാമത്തെ പല്ല് അകത്തോട്ട് കാണുന്നതാണെങ്കിൽ അത് അലിഗേറ്റർ. അലിഗേറ്ററിന്റെ കേസിൽ അപ്പർ ജോലിയുള്ള പല്ലുകൾ മാത്രമായിരിക്കും പുറത്തോട്ട് കാണുക. ക്രൊക്കോഡൈലിന്റെ കേസിൽ അപ്പറും ലോവറും പുറത്തോട്ട് കാണാറുണ്ട്. ഓക്കെ, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈ 4ാമത്തെ പല്ല് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഫോർത്ത് മാൻഡിബുലാർ ടൂത്ത് ഈസ് വിസിബിൾ ഇൻ കേസ് ഓഫ് ക്രൊക്കോഡൈൽ. സി, ദിസ് ഇസ് എ ക്രൊക്കോഡൈൽ, ദിസ് ഇസ് എൻ അലിഗേറ്റർ. അലിഗേറ്ററിന്റെ മേലെയുള്ള പല്ലുകൾ മാത്രമേ പുറത്തോട്ട് കാണുന്നുള്ളൂ. ക്രൊക്കോഡൈലിന്റെ മേലെയുള്ള പല്ലുകളും കാണുന്നുണ്ട്, താഴെയുള്ള പല്ലുകളും കാണുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ മേജർ ഡിഫറൻസ്. ഇനി ഹാബിറ്റാറ്റ് പറയുകയാണെങ്കിൽ ക്രൊക്കോഡൈൽ ഫ്രഷ് വാട്ടറിലും കാണും, അതുപോലെ എസ്ട്രെയിൻ ആയിട്ടുള്ള ഹാബിറ്റാറ്റിലും കാണും, അല്ലെങ്കിൽ സോൾട്ട് വാട്ടറിലും കാണും. പക്ഷെ അലിഗേറ്റർ ഫ്രഷ് വാട്ടറിൽ മാത്രമേ കാണുള്ളൂ, ശുദ്ധജലത്തിൽ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ വേറൊരു ഫീച്ചർ കൂടി നമുക്ക് ഇതിനൊപ്പം തന്നെ പറയാൻ പറ്റും. സോൾട്ട് വാട്ടറിൽ കാണുന്നതുകൊണ്ട് ഇവർക്ക് സാൾട്ട് ഗ്ലാൻഡുകളുണ്ട് ടങ്കിന്റെ വെൻട്രൽ സൈഡിലായിട്ട്. ഇത് ഫ്രഷ് വാട്ടറിൽ മാത്രം കാണുന്നതുകൊണ്ട് ഇവർക്ക് സാൾട്ട് ഗ്ലാൻഡുകൾ ഇല്ല, ടങ്ക് സ്മൂത്ത് ആണ്. ഓക്കെ, ഇനി വേറെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ISO. ISO എന്ന് പറയുന്നത് ഇൻഡെഗ്മെന്ററി സെൻസറി ഓർഗൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡെഗ്മെന്ററി സെൻസ് ഓർഗൻസ് എന്നും പറയും, സെൻസറി പിറ്റുകളെന്നും പറയും. ഇത് എല്ലാ ബോഡി സ്കെയിലും കാണുന്നുണ്ടെങ്കിൽ അത് ക്രൊക്കോഡൈലാണ്. പക്ഷെ തലയിൽ മാത്രം റെസ്ട്രിക്ട് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ, തലയിൽ പറഞ്ഞ ഫേസിലും ജോസിലും മാത്രമാണ് കാണുന്നതെങ്കിൽ അത് അലിഗേറ്റർ ആണ്. ഓക്കെ, അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. ISO അല്ലെങ്കിൽ ഇൻഡെഗ്മെന്ററി സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ സെൻസറി പിറ്റ്. ദിസ് ഇസ് ദ വൺ. ഞാൻ പറഞ്ഞു ഫേസിൽ മാത്രം കാണുന്നതാണെങ്കിൽ, ഫേസിൽ ക്രൊക്കോഡൈൽസിലും അലിഗേറ്ററിലും ഫേസിൽ കാണാറുണ്ട്. ഫേസ് എന്ന് പറയുമ്പോൾ ജോസിന്റെ ഭാഗത്ത്, ഈ ഫേസിന്റെ ഭാഗത്തെല്ലാം കാണാറുണ്ട്. അത് ക്രൊക്കോഡൈൽസിലും അലിഗേറ്റേഴ്സിലും കാണാം. പക്ഷെ ബോഡിയിലെല്ലാം ഓരോ സ്കെയിൽസ് എടുത്താലും ആ സ്കെയിൽസിലെല്ലാം ഇതുപോലെ പിറ്റുകൾ ഉണ്ടെങ്കിൽ, ബോഡിയിൽ പറഞ്ഞാൽ ഇപ്പൊ തൊറാക്സിന്റെ ഭാഗത്താവും, അബ്ഡോമിന്റെ ഭാഗത്താവും, വാലിന്റെ ഭാഗത്താവും, അവിടെയുള്ള ഓരോ സ്കെയിൽസിലും നിങ്ങൾക്ക് ഈ പിറ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ക്രൊക്കോഡൈലാണ്. ISO എന്നാണ് വിളിക്കുക, ഇൻഡെഗ്മെന്ററി സെൻസ് ഓർഗൻസ്. അപ്പോൾ
ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൊക്കോഡൈൽസ് ആൻഡ് അലിഗേറ്റേഴ്സ് ആണ് ചോദിക്കാറ്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഗറിയൽസ് ആണ്. ഗറിയൽസ് ഇന്ത്യയിലും നേപ്പാളിലും മാത്രം കാണുന്ന ഒരു തരം മുതലകളാണ്. മീൻ മുതല എന്നാണ് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മുതലയാണ്. നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്നൗട്ടുള്ള ഗറിയൽ. ഓക്കെ, കെയ്മൻ, ഫോൾസ് ഗവിയൽ എന്ന് പറയുന്ന ഈ രണ്ട് ഐറ്റംസും അലിഗേറ്റർ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളതാണ്. വളരെ റയറായിട്ട് മാത്രം കാണുന്ന ഗ്രൂപ്പുകളാണ്. ഇത് മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ട് നമ്മൾ ക്രൊക്കോഡീലെ ഗ്രൂപ്പിൽ കൺസിഡർ ചെയ്യുന്നത്. ഇത് കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ ഉള്ള ഗ്രൂപ്പുകളാണ്, വളരെ റയറായിട്ട് കാണുന്ന ഗ്രൂപ്പുകളാണ്. ഓക്കെ, സോ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓർഡർ ക്രൊക്കോഡീലിയ. അലിഗേറ്ററും കെയ്മണും നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത് സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ, അതുപോലെ നോർത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ, അതുപോലെ ചൈനയുടെ ഭാഗങ്ങളിൽ. മറ്റെവിടെയും അലിഗേറ്റേഴ്സിനെയും കെയ്മനെയും കാണുന്നില്ല. ക്രൊക്കോഡൈൽ ആണെങ്കിൽ സൗത്ത് അമേരിക്കയുടെ ഭാഗത്ത് കാണുന്നുണ്ട്, ആഫ്രിക്കയുടെ ഭാഗത്ത് കാണുന്നുണ്ട്. ആഫ്രിക്കയുടെ ഭാഗത്ത് അപ്പഴേ പറഞ്ഞു നൈൽ ക്രൊക്കോഡൈൽ, ഗുസ്തേവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ ഭാഗങ്ങളിൽ, ബർമ, ഭൂട്ടാൻ, മലേഷ്യ, ഇന്തോനേഷ്യ ഭാഗങ്ങളിലെല്ലാം കാണുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെ എല്ലാം ക്രൊക്കോഡൈൽ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നുണ്ട്. ഗറിയൽ ആണെങ്കിൽ ഇന്ത്യയിലും ചൈനയിലും മാത്രം കാണുന്നുണ്ട്. 1, 2, 3, 4, 5 സ്ഥലങ്ങളിലായിട്ട്. അത് ഗാൻജറ്റിക് പ്ലെയിൻസിലാണ് കൂടുതലും കാണുന്നത്. ഇന്ത്യയിലും നേപ്പാളിലും മാത്രമേ ഇതുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് 3 ക്രൊക്കോഡൈൽ ഫാമിലി: ക്രൊക്കോഡൈൽസ്, അലിഗേറ്റേഴ്സ് ആൻഡ് ഗറിയൽസ്. ഇനി ഇന്ത്യയിൽ കാണുന്ന 3 മുതലവർഗത്തിലെ സ്പീഷീസിനെ കുറിച്ച് പറയും. 3 സ്പീഷീസ് ഇന്ത്യയിൽ കാണുന്നുള്ളൂ. അതില് ഇന്ത്യയിൽ കാണുന്ന ക്രൊക്കോഡൈൽസ് എന്ന് പറയുന്ന, ഇന്ത്യയിൽ കാണുന്ന 2 തരം ക്രൊക്കോഡൈൽസ് ഉണ്ട്. അതില് എസ്ട്രെയിൻ ക്രൊക്കോഡൈൽ എന്ന് പറയുന്ന സാൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ ഞാൻ നേരത്തെ പറഞ്ഞു. ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗങ്ങളിലായിട്ട്, അതുപോലെ തന്നെ സുന്ദർബൻസിന്റെ ഭാഗത്തായിട്ടും കാണുന്ന എസ്ട്രെയിൻ ക്രൊക്കോഡൈൽ. പിന്നീട് അതിന്റെ എക്സ്റ്റൻഷൻ റേഞ്ച് എന്ന് പറയുന്നത് താഴോട്ട് ഒത്തിരി പോകുന്നുണ്ട്. ഫിലിപ്പൈൻസിന്റെ ഭാഗത്ത് കാണുന്നുണ്ട്. ഫിലിപ്പൈൻസിന്റെ ഭാഗത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ലോങ് എന്ന് പറയുന്ന സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈലിനെ കണ്ടിട്ടുള്ളത്. പാപ്പുവ ഭാഗത്ത് കാണുന്നുണ്ട്, ഓസ്ട്രേലിയയുടെ ഭാഗത്ത് കാണുന്നുണ്ട്, ഇന്തോനേഷ്യയുടെ ഭാഗത്ത് കാണുന്നുണ്ട്. ഇതേ സ്പീഷീസ് തന്നെയാണ് നമ്മളുടെ സുന്ദർബൻസിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ ശ്രീലങ്കയുടെ ഭാഗത്ത്, ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗത്തും കാണുന്നത്. ഇനി ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന നമ്മൾ മുതല എന്ന് പറയുന്ന സാധനം, അതിന് ചില ഭാഗങ്ങളിൽ ചീങ്കണ്ണി എന്നും കൂടി വിളിക്കാറുണ്ട്. മുതല, ചീങ്കണ്ണി എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണ് ലിറ്ററലി. ആ ചീങ്കണ്ണി അഥവാ മുതലാനെ കാണുന്ന ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും കാണാറുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് കാണാറുണ്ട്, അതുപോലെ ശ്രീലങ്കയുടെ ഭാഗത്ത് കാണാറുണ്ട്. ഇതിനെ നമ്മൾ മഗ്ഗർ ക്രൊക്കോഡൈൽ എന്നാണ് വിളിക്കുക. മഗ്ഗർ ക്രൊക്കോഡൈൽ അല്ലെങ്കിൽ മാർഷ് ക്രൊക്കോഡൈൽ. ഇത് ഗവിയലിന്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിരുന്നു, ഇപ്പൊ പാകിസ്ഥാന്റെ ഭാഗത്ത് പോപ്പുലേഷൻ ഇല്ല. ഇപ്പൊ ഇന്ത്യയിലും നേപ്പാളിലും മാത്രമേ ഗവിയലിനെ കാണുന്നുള്ളൂ. സോ ക്രൊക്കോഡൈലസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ മുതലയുടെ ഗ്രൂപ്പാണ് ആദ്യം പറയുന്നത്. മുതലയുടെ ഗ്രൂപ്പില് സാധാരണഗതിയിൽ നമുക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ട് സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈലിനെ മുതല എന്നും, അതുപോലെ മഗർ ക്രൊക്കോഡൈലിനെ ചീങ്കണ്ണി എന്നും വിളിക്കാം. ഇതാണ് കുറച്ചും കൂടെ വിളിക്കാൻ പറ്റുന്ന ഒരു കൺവീനിയന്റ് ആയിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിനെ ചീങ്കണ്ണി, മഗ്ഗർ നമുക്ക് ചീങ്കണ്ണി എന്ന് വിളിക്കാം. അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈലിനെ നമുക്ക് മുതല എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്രൊക്കോഡൈൽസിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അതിന്റെ 4ാമത്തെ പല്ല്, 4th tooth in the lower jaw fits into a notch in the upper jaw. That means it is visible when mouth is closed. വായ അടച്ചാലും 4ാമത്തെ പല്ല് പുറത്ത് കാണും. അതാണ് മുതല. ക്രൊക്കോഡൈലസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ക്രൊക്കോഡൈലിൽ വരുന്ന, അതായത് മുതലകളും ചീങ്കണ്ണികൾക്കും ഉള്ള പ്രത്യേകത. സ്നൗട്ട് മോഡറേറ്റ്ലി ലോങ് ആണ്, ടെർമിനലി നാരോ ആൻഡ് പോയിന്റഡ് ആണ്. ടെർമിനലി പോയിന്റഡ് ആയിട്ടുള്ള സ്നൗട്ട് ആണ് സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈലിൽ കാണുന്നത്. പക്ഷെ ഈ മഗ്ഗർ ക്രൊക്കോഡൈലിന് ഒരു പ്രത്യേകതയുണ്ട്. അലിഗേറ്ററുമായിട്ട് വളരെ സാദൃശ്യമുള്ള ഒരു സ്നൗട്ടാണ് ഇതിനുള്ളത്. അത്രത്തോളം പോയിന്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ബ്രോഡ് സ്നൗട്ടഡ് ക്രൊക്കോഡൈൽ എന്നുകൂടെ ഈ മാർഷ് ക്രൊക്കോഡൈൽ അല്ലെങ്കിൽ മഗ്ഗറിനെ വിളിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പലപ്പോഴും അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇതിന്റെ സ്നൗട്ടിന്റെ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അലിഗേറ്റർ പോലെ തന്നെ തോന്നത്തുള്ളൂ. വി ഷേപ്ഡ് അല്ല, യു ഷേപ്ഡ് ആണ് ഈ ഒരു ക്രൊക്കോഡൈൽ. യു ഷേപ്ഡ് ആയിട്ടുള്ള സ്നൗട്ടുള്ള ഒരേ ഒരു ക്രൊക്കോഡൈലാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ചീങ്കണ്ണി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അതിന്റെ 4ാമത്തെ പല്ല് കണ്ടാൽ നമുക്ക് മനസ്സിലാവാത്തൊരു മുതലയാണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ബോഡി സൈസ് എന്ന് പറയുന്നത് ഒരു 4.5 മീറ്റർ വരെ മഗ്ഗറിന് വലിപ്പം വെക്കാറുണ്ട്. അത് മെയിലിനാണ് ഏറ്റവും കൂടുതൽ വലിപ്പം ഉണ്ടാകുക. മെയിലും ഫീമെയിലും കൂടെ ഒരുമിച്ച് കണ്ടാൽ
അത് തിരിച്ചറിയാൻ കഴിയുന്ന അതിന്റെ വലിപ്പം നോക്കി മാത്രമാണ് കേട്ടോ. ഇനി സോൾട്ട് വാട്ടർ ക്രൊക്കഡൈലിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും അധികം ലെങ്ത് ഉള്ള റെപ്റ്റൈൽസ് ആണ്, 6 മീറ്റർ വരെ നീളം വെക്കാറുണ്ട്. കളർ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സോൾട്ട് വാട്ടർ ക്രൊക്കഡൈലിന്റെ കേസിൽ കുറെ കൂടി ഗ്രേഷ് ടിഞ്ച് ആണ്, പക്ഷെ മഗറിന്റെ കേസിൽ കുറച്ചുകൂടെ ഒലീവ് ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലാണ് കാണാൻ കഴിയുക. അതിൽ ബ്ലാക്ക് പാച്ചസും ഉണ്ടാവും. ടീത്ത് എല്ലാം സിമിലർ ആയിരിക്കും. 2 സ്പീഷീസ് ആണ് ഇന്ത്യയിലുള്ളത്, ക്രൊക്കോഡൈലസ് പൊറോസസ്. പൊറോസസ് എന്ന് പറയുന്നത് സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ, ഇതിനെ നമുക്ക് മുതല എന്ന് വിളിക്കാം. ആൻഡ് ക്രൊക്കോഡൈലസ് പാലുസ്ട്രിസ് അഥവാ ചീങ്കണ്ണി. മഗർ ക്രൊക്കോഡൈൽ അല്ലെങ്കിൽ മാർഷ് ക്രൊക്കോഡൈൽ. മഗർ ക്രൊക്കോഡൈൽ എന്ന് പേര് വരാൻ കാരണം മഗർമച്ച് എന്ന വാക്ക് നിങ്ങൾ ഹിന്ദി അറിയുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് മുതല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ക്രൊക്കോഡൈലിനെ വിളിക്കുന്ന പേരാണ്, ഹിന്ദിയിൽ വിളിക്കുന്ന പേരാണ് മഗർമച്ച്. അപ്പോൾ മഗർ എന്നുള്ള പേര് അങ്ങനെ ഇതിന് കിട്ടുക ചെയ്തത്. ഇനി അലിഗേറ്റർ വിച്ച് ഇസ് നോട്ട് സീൻ ഇൻ ഇന്ത്യ, ഇറ്റ് വാസ് റെസ്ട്രിക്റ്റഡ് ടു അമേരിക്ക ആൻഡ് ചൈന. അമേരിക്കയിലും ചൈനയിലും മാത്രം കാണുന്ന സാധനമാണ്. പെർഫെക്റ്റ്ലി യു ഷേപ്ഡ് ആയിട്ടുള്ള മുഖം നിങ്ങൾക്ക് കാണാം. ബ്ലാക്കും ഗ്രേയിഷ് കളറൊക്കെ ഉള്ള ഒരു കൂട്ടരാണ്. ഇതിന്റെ ഫോർത്ത് ടൂത്ത് ഇൻ ദി ലോവർ ജോ ഫിറ്റ്സ് ഇൻ ടു എ സോക്കറ്റ് ഓഫ് അപ്പർ ജോ. അതുകൊണ്ട് തന്നെ സോക്കറ്റിനകത്തോട് ഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെളിയിൽ കാണാൻ കഴിയില്ല 4ാമത്തെ പല്ല്. സ്നൗട്ട് ഷോർട്ടാണ്, ബ്രോഡാണ്, ടെർമിനലി ബ്ലണ്ട് ആണ്, യു ഷേപ്ഡ് ആണ്. 3 മീറ്റർ വരെ നീളം വെക്കാറുണ്ട്. ടീത്ത് ഡിസിമിലർ ആണ്. 2 സ്പീഷീസ് ആണ് മെയിൻ ആയിട്ട് കാണുന്നത്, അലിഗേറ്റർ മിസിസിപ്പിയൻസ് ആൻഡ് അലിഗേറ്റർ സിനൻസിസ്. മിസിസിപ്പി വാലിയിൽ കാണുന്നതും ചൈനയിൽ കാണുന്നതുമായിട്ടുള്ള 2 അലിഗേറ്റേഴ്സ്. അലിഗേറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനില്ല. അലിഗേറ്റേഴ്സിലെ കൈമൺസും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. കൈമൺസ് കാണുന്ന ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അമേരിക്കൻ കൈമൺ കാണുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് റെസ്ട്രിക്ട് ചെയ്തത്, നോർത്ത് അമേരിക്കയുടെ ഭാഗത്തായിട്ടാണ്. ചൈനീസ് കൈമൺ കാണുന്നത് ചൈനയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഓക്കെ, ദ ചൈനീസ് കൈമൺ. ആൻഡ് ഫൈനലി ദി ഗറിയൽ. ഗറിയൽ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഗറിയൽ എന്ന് പറയുന്ന പേര് മീൻ മുതലേക്ക് കിട്ടിയത് ഗാര എന്ന വാക്കിൽ നിന്നാണ്. ഗാര എന്ന് പറഞ്ഞാൽ എർത്തേൺ പോട്ട്, മൺകുടം എന്നുള്ള അർത്ഥമാണ്. കാരണം മൺകുടം പോലത്തെ ഒരു സ്ട്രക്ചർ ഇതിന്റെ മെയിലിന്റെ സ്നൗട്ടിന്റെ ടിപ്പിലായിട്ട് കാണാറുണ്ട്. അപ്പോൾ സെക്ഷുവൽ ഡൈമോർഫിസം കൂടി ക്ലിയർ ആണ്. തനിയെ കണ്ടാലും മെയിലും ഫീമെയിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദിസ് ഇസ് മെയിൽ ആൻഡ് ദിസ് ഇസ് ഫീമെയിൽ. സോ ഇറ്റ് ഇസ് എ ഫിഷ് ഈറ്റിംഗ് ക്രൊക്കോഡൈൽ. ഫിഷ് മാത്രം കഴിച്ചു നടക്കുന്ന പിസിവോറസ് ആയിട്ടുള്ള ഒരു ക്രൊക്കോഡീലിയൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് ലിസ്റ്റഡ് ആസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു മുതലയാണ് ഗറിയൽ അഥവാ മീൻ മുതല. ഇറ്റ് ഈസ് എൻഡമിക് ടു, ഇപ്പൊ അതിനെ കാണുന്നത് ഇന്ത്യയിലും നേപ്പാളിലും മാത്രമാണ്. നേരത്തെ പാകിസ്ഥാനിലെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് അവിടെ കാണുന്നില്ല. ഇന്ത്യയിലും നേപ്പാളിലാണ് ഇപ്പൊ അതിനെ കാണുന്നത്. ഇറ്റ് ഈസ് ദ ഓൺലി ക്രൊക്കോഡീലിയൻസ് വിത്ത് എവിഡന്റ് സെക്ഷൽ ഡൈമോർഫിസം. ഞാൻ നേരത്തെ പറഞ്ഞു, സെക്ഷൽ ഡൈമോർഫിസം ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നത് ഈ മുതലകളുടെ ഗ്രൂപ്പില് ഈ ഗറിയലിന് മാത്രമാണ്. അത് മെയിൽസിന് ലാർജ് ബൾബസ് ഗ്രോത്ത് ഉണ്ട്, അതിനെ ഗാര എന്നാണ് വിളിക്കുക. അതിന്റെ ടിപ്പില്, സ്നൗട്ടിന്റെ ടിപ്പില്, അതുകൊണ്ടാണ് അതിന് ഗറിയൽ എന്നുള്ള പേര് വരാൻ കാരണം. ഇതിന് മറ്റൊരു പേരും കൂടി വിളിക്കാറുണ്ട്, ഗവിയൽ. ഗവിയൽ എന്ന് വിളിക്കാൻ കാരണം ഇതിന്റെ ജനറിക് നെയിം ഗവിയാലിസ് എന്നാണ്, അതുകൊണ്ട് ഗവിയൽ എന്ന് കൂടി വിളിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് ഹാവിങ് എ ലോങ് സ്ലെൻഡർ സ്നൗട്ട്. ഇതിന്റെ സ്നൗട്ട് നിങ്ങൾ നോക്കി, ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള സ്നൗട്ടാണ്. വിച്ച് ഇറ്റ് യൂസസ് ടു ക്യാച്ച് ഫിഷ്. ഫിഷിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന സ്നൗട്ട്. കളർ എന്ന് പറയുന്നത് ഡാർക്ക് ഒലീവ് ഗ്രീൻ ആണ് ഇതിന്റെ കളറ്. ലെങ്ത് 3 തൊട്ട് 5 മീറ്റർ വരെ നീളം വരാറുണ്ട്. 5 മീറ്റർ ഒക്കെ വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ. അതിന്റെ കിലോ എന്ന് പറയുന്നത് 250 കിലോ ആണ്. ഓക്കെ, ഏകദേശം സോൾട്ട് വാട്ടർ ക്രൊക്കഡൈലിന് ഒരു 800 കിലോ വരെ വരാറുണ്ട്. അപ്പൊ ഇതിന് 250 കിലോ. ഏകദേശം നിങ്ങൾക്ക് ആ സൈസിന്റെ ഒരു കമ്പാരിസൺ മനസ്സിലാവും. എല്ലാ പല്ലുകളും ഒരേപോലെയാണ്, ഹോമോഡോൺ ഡെന്റേഷൻ എന്നാണ് പറയുക. ഒരേപോലത്തെ പല്ലുകളാണ് ഇതിനുള്ളത്. ഇതിന്റെ ഫീമെയിൽ ഏകദേശം 30 മുതൽ 50 മുട്ടകൾ വരെ ഇടാറുണ്ട്. അത് മാത്രമല്ല, അത് ഏറ്റവും ക്രൊക്കോഡീലിയയുടെ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും അധികമാണ് 50 എന്ന് പറയുന്നത്. അധികം എന്ന് പറഞ്ഞാൽ എണ്ണത്തിലും അധികമാണ്. അതുപോലെ തന്നെ വലിപ്പമുള്ള എഗ്ഗും ലേ ചെയ്യുന്നത് ഗറിയലാണ്. അത് എഗ് ലേ ചെയ്യുന്നത് എക്സ്കവേറ്റഡ് ഹോൾസിലാണ്. ഇതിന്റെ ഫീമെയിൽ തന്നെ, അമ്മ തന്നെ മണ്ണ് മാന്തി അതിനകത്തോട്ടാണ് എഗ് ലേ ചെയ്യാറ്. പിന്നെ പാരന്റൽ കെയർ കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പുള്ള ഒരു സ്ലൈഡിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാച്ചിങ് വന്ന് കഴിഞ്ഞാൽ, അതായത് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിനെ കുറച്ചു കാലം ഫീമെയിൽ ആയിട്ടുള്ള ഗറിയൽ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് ആകെ ഒരു സ്പീഷീസേ ഉള്ളൂ, നമുക്കല്ല, ലോകത്തിൽ മൊത്തം ഒരു സ്പീഷീസേ ഉള്ളൂ, ഗവിയാലിസ്
ഗാൻജറ്റിക്കസ്. ഗാൻജറ്റിക് പ്ലെയിനിൽ കാണുന്നതുകൊണ്ട് ഗിയോവിയാലിസ് ഗാൻജറ്റിക്കസ് എന്നാണ് സ്പീഷീസിന്റെ പേര്. സോ റിമെമ്പർ ഇറ്റ് ഈസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അതിന്റെ പോപ്പുലേഷൻ വളരെ റിസ്കിലാണ് നിൽക്കുന്നത്. ഏകദേശം മൊത്തം തന്നെ കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 200 മുതൽ 250 ഇൻഡിവിജ്വലൊക്കെ വേൾഡിൽ തന്നെ കാണുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ കാണുന്ന 2 ക്രൊക്കോഡീലിയയിലെ സ്പീഷീസിൽ സോൾട്ട് വാട്ടർ ക്രൊക്കോഡൈൽ എന്ന് പറയുന്നത് വൾണറബിൾ ആണ്, അതായത് ത്രെട്ടൻ കാറ്റഗറിയിൽ വന്നിട്ടുള്ളതല്ല. പക്ഷെ നമ്മളുടെ മഗർ ക്രൊക്കോഡൈലിന് ത്രെട്ടൻ കാറ്റഗറിയുടെ അടുത്തെത്തിയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. സോ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. എനിവേ, ഐ ഹോപ്പ് ദി ജനറൽ ഫീച്ചേഴ്സ് ആൻഡ് ദി എക്സാമ്പിൾസ് ഓഫ് the order Crocodilia is clear for you. Thank you so much.